ഈ സുന്ദരി പൂക്കളെ നോക്കൂ, എന്തൊരു ഭംഗിയല്ലേ. നല്ല കളറ്, നല്ല ഭംഗിയായിട്ട് കൊലകൊലയായിട്ട് പൂത്തിട്ടുണ്ട്. പക്ഷെ അവർക്ക് വളം ചേർക്കേണ്ട സമയമായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചെടികൾക്കൊക്കെ വളം ചേർക്കണം. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാൻ 1 കിലോൻ്റെ എല്ലുപൊടി വാങ്ങിച്ചിട്ടുണ്ട്. ഏത് കമ്പനിയുടെ എല്ലുപൊടി വാങ്ങിക്കാം, നമുക്ക് വളടിപ്പോല് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ഏതായാലും കുഴപ്പമില്ല. സാധാരണ ഇത് നേരിട്ട് ചെടിക്കകത്ത് ഇട്ട് കൊടുക്കാറാണ് പതിവ്. പക്ഷേ ഇന്ന് അങ്ങനെയല്ല കേട്ടോ. ഞാൻ പറഞ്ഞില്ലേ, ഇന്നത്തെ സ്പെഷ്യലാണ്. ഇത് വേപ്പിൻ പിണ്ണാക്കാണ്. ഇതും വളടിപ്പോലും നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടും. ഇത് കട്ടയില്ലാത്ത നല്ല വേപ്പിൻ പിണ്ണാക്കാണ്. 2 കിലോ വാങ്ങിച്ചിട്ടുണ്ട്. ഈ വേപ്പിൻ പിണ്ണാക്ക് നമുക്കൊരു ബക്കറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. നേരിട്ട് നമ്മളിത് ചെടിയിൽ ഇടുന്നതിന് പകരം ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നമുക്ക് പെട്ടെന്ന് അതിൻ്റെ എഫക്റ്റ് ഉണ്ടാവും. 2 ദിവസം കൊണ്ട് തന്നെ നല്ല മാറ്റം വരും പൂക്കൾക്കൊക്കെ. ചെടികൾ ഇത് പെട്ടെന്ന് അബ്സോർബ് ആവും നമ്മളിതിട്ട് കഴിഞ്ഞാൽ. ഇത് നേരെ ഇട്ട് ചേർക്കുന്ന സമയത്ത് ഒരാഴ്ച പിടിക്കും ചെടികൾ ഇത് വലിച്ചെടുക്കാനായിട്ട്. ഇനി നമുക്കിത് വെള്ളം ഒഴിച്ച് നന്നായിട്ട് കലക്കിയെടുക്കണം. ഇതങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ നല്ല സ്ട്രോങ് ആണ്, ചെടി ഉണങ്ങി പോകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു 3-4 ബക്കറ്റ് വെള്ളമൊക്കെ ഒഴിച്ച് കലക്കിയെടുത്ത ശേഷം വേണം നമുക്കിത് ചെടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നേരിട്ട് നമ്മൾ ചെടിയിൽ ഒഴിക്കുന്നതിനേക്കാൾ ഇത് നന്നായിട്ട് ഇവർ പെട്ടെന്ന് അബ്സോർബ് ആവും, നമുക്ക് നല്ല റിസൾട്ടും കിട്ടും. അതുകൊണ്ടാണ് ഞാൻ ഈ രീതി പ്രയോഗിച്ച് നോക്കിയത്. ഇപ്പോൾ 1/2 കപ്പ് വീതം നമ്മളിതിന് ഒഴിച്ചു കൊടുക്കുകയാണ്. നല്ല മഴ പെയ്തുകൊണ്ടായിരിക്കാം ചെടികളൊക്കെ വളർത്തു പോയിരുന്നു, പൂക്കളൊക്കെ കൊഴിഞ്ഞു പോയിരുന്നു. അപ്പോഴാണ് ഞാനിത് പ്രയോഗിച്ച് നോക്കിയത്. ഇങ്ങനെ പെട്ടെന്ന് ചെടി ശരിയാവാനായിട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല റിസൾട്ടാണ് കിട്ടിയത്. അപ്പോൾ അത് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തിയെന്ന് മാത്രം. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ എല്ലാവരും കമൻറ്റ് പറയണം, ലൈക്ക് ചെയ്യണം. ബൈ.